ചിലർ ചില കമൻറ്റുകൾ തരും. 2 കഷ്ണം 1 കഷ്ണമെന്നേ. സമയം 1:25 ഇവിടെ എല്ലാം റെഡിയായി. പക്ഷെ അപ്പ പറമ്പിലായതുകൊണ്ട് വന്നിട്ടില്ല. വന്നു കഴിഞ്ഞിട്ട് ഊണ് കഴിക്കുള്ളൂ. കൂർക്ക പച്ചച്ചെമ്മീനിട്ട് പുളിയിട്ട് പറ്റിച്ച് ഉലർത്തിയത്. ഉഗ്രൻ ടേസ്റ്റ് അടിപൊളിയാ. കൂർക്കയും മത്തിയൊക്കെ ഇട്ടുണ്ടാക്കും ചിലര് പറയുന്നുണ്ട് കറി വെക്കുമ്പോ, ചാറ് കറിയായിട്ട്. ഇത് നമ്മുടെ സ്വന്തം കപ്പങ്ങ കപ്പളമരം പറിച്ച് മാറ്റി വെച്ചത് കാണിച്ചു തരാം കേട്ടോ. അതിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന് കന്തരമുളക് ഇട്ട് തേങ്ങയിട്ട് തോരൻ ഇന്നലെ ഉണ്ടാക്കിയതാണ്. തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ ആയതുകൊണ്ട് അത്രയും ബാലൻസ് ഉള്ളൂ കേട്ടോ. കറികൾ കാണിക്കുമ്പോൾ ഒരുപാട് പേര് എനിക്ക് കമന്റ് തരാറുണ്ട്. നല്ലതാണ്, ഭംഗിയാണ്, രുചിയാണ്, കാണാൻ കൂടിയാന്നൊക്കെ. ചിലർ ചില കമന്റുകൾ തരും. 2 കഷ്ണം 1 കഷ്ണമെന്നേ. ആ 2 കഷ്ണം 1 കഷ്ണവും ഞങ്ങൾക്ക് അത് മതി. അതുകൊണ്ട് ഞങ്ങളത് കാണിക്കണം. ഞങ്ങൾ ഒരുപാട് ഉണ്ടാക്കി പോഷിപ്പിച്ച് ആരെയും കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ എന്നാന്ന് ഞങ്ങൾക്കറിയാം. വേസ്റ്റ് ആക്കാൻ ഞങ്ങൾ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. ഇത് കൂടുതൽ ഇങ്ങനെ കാണിച്ച് വീഡിയോയ്ക്ക് വേണ്ടി കാണിക്കാനും ഉദ്ദേശിക്കുന്നില്ല. ദേ ചെമ്പരം കൊണ്ട കായയുടെ കുറുക്ക മോരുകറി. ചെമ്പരം കൊണ്ട കായ നല്ലതാ. സ്ഥിരമുള്ള പരിപാടിയാണ്. കാന്താരിമുളക് കേട്ടോ, പഴുത്ത കാന്താരിമുളക്. പിന്നെ നിനക്ക് മാത്രം 2 ദിവസം മുമ്പ് കിട്ടിയ സാധനം ഫ്രഷ്യസ് ആയിട്ട് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. ഞങ്ങളുടെ അയൽവക്കത്തെ വീട്ടിലെ മുരിങ്ങയുടെ കൊമ്പ് വെട്ടിയപ്പോ നിറച്ചു മുരിങ്ങപ്പൂ ഉണ്ടായിരുന്നു. അവരും ബൗണ്ടറി വാള് കിട്ടുക. അന്നേരം അവര് വെട്ടിയപ്പോ മുരിങ്ങയുടെ കൊമ്പ് വെട്ടി ആ പൂ ഇവിടെ കൊണ്ടുവന്ന് തന്നതാ. പൂവ് അങ്ങനെ തോരൻ ഉണ്ടാക്കും അല്ലേ? ആ പൂവ്, തേങ്ങ, ചുവന്ന മുളക്, സവോള എല്ലാം ചേർത്ത് ഇച്ചിരി പൊലിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കി ഞങ്ങൾ സമ്പുഷ്ടിയായിട്ട് കഴിച്ചു. നിനക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരുന്നതാ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കാൻ, എന്നിട്ട് അഭിപ്രായം പറഞ്ഞേരെ. വെരി ടേസ്റ്റി, നല്ല രുചിയാ. വേറെ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഊണ് കഴിക്കാൻ നല്ല രുചിയാണല്ലോ. അതിനും നല്ല രുചിയാ. അടിപൊളി സാധനം. ഞാൻ ആദ്യമായിട്ടാ മുരിങ്ങപ്പൂ തോരൻ കഴിക്കണം. അടുത്ത വീട്ടിലെ ആട്ടോ മുരിങ്ങപ്പൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ കറികൾ. പിന്നെ പിക്കിൾ വേണമെങ്കിൽ പിക്കിൾ എടുക്കാം. അതെ, ഓക്കെ ഓക്കെ.